പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ ഇപ്പോൾ അവിടെ SI ആയി വന്നതിന് ശേഷമാണെങ്കിൽ അവിടുത്തെ കൊട്ടേഷൻ സംഘക്കാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര അവരെ കാര്യങ്ങളൊന്നും അവർക്കിപ്പോൾ നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്കാണെങ്കിൽ നന്ദുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സമയത്ത് നമ്മളെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ജീപ്പിൽ വരുന്ന സമയത്ത് ഒരു ടെമ്പോ കൊണ്ടുവന്ന് നന്ദുവിൻ്റെ വണ്ടിയുടെ ബാക്കിൽ അവർ ഇടിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനാണെങ്കിലും ഡ്രൈവറിനാണെങ്കിലൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഡ്രൈവറിന് നല്ല രീതിയിലുള്ള പരിക്കൊക്കെ പറ്റി. അങ്ങനെ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇത് നമ്മളെ നന്ദു ആണെങ്കിൽ ബോധമില്ലാതെയൊക്കെയാണ് ഇപ്പം ICUവിലാണ്. അപ്പോഴത്തെ ആ സമയത്താണ്ട് നമ്മളെ വാർത്തയിലാണെങ്കിൽ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ ഒരു വാർത്ത കാണാൻ ഇടയായിട്ടുണ്ട് കേട്ടോ, നന്ദുവിന് ആക്സിഡൻറ്റ് പറ്റിയ കാര്യമൊക്കെ. അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ ഇത് കൊണ്ട് ഓടിച്ചെന്ന് അഭിയെടുത്താണെങ്കിൽ പറയുന്നുണ്ട് നന്ദുവിന് ഇത് കണക്ക് ആക്സിഡൻറ്റ് ആയെന്ന് പറയുമ്പം നമ്മൾ അവി പറയുന്നുണ്ട്, അവൾ എങ്ങനെയെങ്കിലും അങ്ങ് ഇല്ലാതായാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് നവീനും അറിയുന്നുണ്ട് നന്ദുവിൻ്റെ ഇതിനൊക്കെ ആക്സിഡൻ്റ് ആയ കാര്യം. അങ്ങനെ നമ്മൾ നവീനാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇതിനൊക്കെ എനിക്കൊരാളെ കാണാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇതിനൊക്കെ നന്ദുവിന് ആക്സിഡൻറ്റ് പറ്റി എനിക്ക് അങ്ങോട്ട് നന്ദുവിനെ കാണാൻ വേണ്ടിയൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നവീൻ അവിടെ നിന്ന് പോയതിന് ശേഷമാണെങ്കിൽ നവീൻ്റെ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, നന്ദുവിന് എന്തായാലും എങ്ങനെ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടാണല്ലോ നവീനാണെങ്കിൽ ഇത്രയും ടെൻഷനും വെപ്രാളമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പം ഇവൻ പറഞ്ഞ ആ പെൺകുട്ടി ഇനി നന്ദു ആണോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ നമ്മളെ മുത്തശ്ശനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നേരെ ഡോക്ടറെ കയറി കാണുന്നുണ്ട്. എന്നിട്ട് നന്ദുവിൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ഡ്രൈവർക്കാണെങ്കിൽ കുറച്ച് സീരിയസും കാര്യങ്ങളുമാണ്, പിന്നെ നന്ദുവിൻ്റെ കാര്യമൊന്നും പറയാറൊന്നും ആയിട്ടില്ല, ബോധമൊന്നും വന്നിട്ടില്ല, പക്ഷേ മരുന്നൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്നാലും കുറച്ച് തലയ്ക്കൊക്കെ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇത് കേൾക്കുന്നത് നവീനാണെങ്കിൽ നല്ല സങ്കടവും കാര്യത്തിലൊക്കെ നിൽക്കും. അങ്ങനെ ആ സമയത്ത് നമ്മൾ കനക ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ നവീൻ. എന്നിട്ട് കനക അങ്ങനെ പറയുന്നുണ്ട്, ഇത് മറ്റേ നവീനല്ലേ നമ്മൾ അനിയുടെ കേസൊക്കെ തെളിയിച്ച വക്കീലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുവിന് ഇങ്ങനെ ആക്സിഡൻറ്റ് ആയതറിഞ്ഞപ്പോൾ ഓടി വന്നതാണോ അല്ലോ നന്ദുവിനെ കാണാനെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവരും നല്ല ഫ്രണ്ട്സ് അല്ലേ, പിന്നെ നമ്മളെ നവ്യയുടെയൊക്കെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ട് ആയിരിക്കും ഇങ്ങനെ ഓടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും പന്തിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇനി നന്ദുവിനെ എങ്ങനെ ഇഷ്ടമാണോ, അങ്ങനെയൊക്കെ നമ്മൾ കനക ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനക പറയുന്നത് അവരൊക്കെ നല്ല കാശും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ഒരു പെണ്ണിനെ എടുക്കാനൊന്നും അവർ അങ്ങനെ ഉദ്ദേശിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കനക. സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്ത് നവീൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നവീനെ കണ്ടിട്ടാണെങ്കിൽ അനിയാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവീൻ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇവിടെ വേണ്ട, ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്നൊരു പെണ്ണിന് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടി വരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് നമ്മൾ അനിക്കാണെങ്കിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതും ഇല്ല അപ്പോൾ ഏട്ടാ, അങ്ങനെ നമ്മളെ നവീൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്തിനാ ഇവനിങ്ങനെ ഇത്രയും സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അനിയാണെങ്കിൽ വന്ന് നന്ദുവിൻ്റെ കാര്യമൊക്കെ ഡോക്ടറെ അടുത്ത് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഡോക്ടർ പറയുന്നുണ്ട് നിനക്ക് ബോധമൊന്നും വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനിക്കാണെങ്കിൽ നല്ല സങ്കടം തോന്നിയിട്ട് അനിയാണെങ്കിൽ ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നവീൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവനെന്തിനാ ഇങ്ങനെ കരയുന്നത്, ഇങ്ങനെ കരയുന്നത് ഇവനെന്തായാലും ഫ്രണ്ട്സ് അല്ലേ, അല്ലാതെ സ്നേഹിക്കുന്ന പെൺകുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നവീൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ കനകയാണെങ്കിൽ വന്നിട്ട് നമ്മൾ അനിയടുത്ത് പറയുന്നുണ്ട്, മോനെന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇനി മോൻ ഇങ്ങോട്ട് വന്ന കാര്യം അറിഞ്ഞാൽ മോൻ്റെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട്, ഞാനും നന്ദുവും തമ്മിൽ ഫ്രണ്ട്സ് ആണല്ലോ, പിന്നെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കനക പറയുന്നുണ്ട്, അതെല്ലാം മോനെ നിൻ്റെ അമ്മയാണെങ്കിൽ ഇതൊരിക്കലും ഒന്നിനും സമ്മതിച്ചൊന്നും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ കനകയും പറയുന്നുണ്ട്. അപ്പോൾ നല്ല അനി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ എൻ്റെ കല്യാണ സമയത്താണെങ്കിൽ നന്ദു ഇങ്ങനെ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ച സമയത്തും ഞാനിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഹോസ്പിറ്റലിലൊക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ അമ്മയ്ക്ക് അറിയുന്ന കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇവർ സംസാരിക്കുന്നതൊക്കെയാണ് നമ്മളെ നവീനാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നവീനാണെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്, എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ കനക പറയുന്നുണ്ട്, ഇല്ല മോനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നവീൻ പറയുന്നുണ്ട്, അമ്മ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, എന്തായാലും നമുക്ക് എല്ലാവർക്കും നന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മൾ എനിക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്. കാര്യം വെച്ചാൽ ഇനി നവീൻ അവിടെ നിന്നിട്ടാണെങ്കിൽ നമ്മൾ പിന്നെ കനകയെടുത്തിന് എന്തെങ്കിലും പറയുക വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ ഒരു പ്രശ്നമാവുമല്ലോ. പിന്നെ കനകയാണെങ്കിൽ നവീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനൊക്കെ മുൻകൈ എടുക്കുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യമൊക്കെ എനിക്ക് ഉണ്ട്. അപ്പം അനി എങ്ങനെയെങ്കിലും നവീനെ അവിടെ നിന്ന് പറഞ്ഞയക്കണമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.